ഹായ്, വളരെ സിമ്പിൾ ആയിട്ട് ഓട്സ് പുട്ട് എങ്ങനെ തയ്യാറാക്കാന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് മിക്സിയിലെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചോളൂ കേട്ടോ. ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് പൊടിച്ചതിന് ശേഷം ഒരു 2 സ്പൂണ് മാറ്റി വെക്കുക. ബാക്കി പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നങ്ങോട്ട് ഇളക്കണം. ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോഴേ പുട്ടുപൊടി ഇങ്ങനെ അങ്ങോട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കണം. അതാണ് പരുവം. പൊടി നന്നായി കുതിരാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചേക്കണം. ഇനി മിക്സിയുടെ ജാറിലോട്ട് ആദ്യം മാറ്റി വെച്ച പൊടിയും ഇപ്പം മിക്സ് ചെയ്ത പൊടിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരേ ഒരു ക്രഷ് അത്രയും വേണ്ടൂട്ടാ. പൊടി ഈ പരുവത്തിൽ കിട്ടും. ആ പൊടി കണ്ടാൽ അറിയില്ലേ നനവൊക്കെ എല്ലായിടവും കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടെന്ന്. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് പുട്ടുണ്ടാക്കി എടുക്കാം. ഓട്സ് വെച്ച് ഡയറ്റിംഗ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ റൈറ്റ് ആണ് കേട്ടോ ഈ ഒരു ഓട്സ് പുട്ട്. ഒരു 10-12 മണിക്കൂർ വരെ ഈ ഒരു പുട്ടിന്റെ സോഫ്റ്റ്നെസ് അതേപോലെ കീപ്പ് ചെയ്യുന്നുള്ളതാണ് വേറൊരു രസം. കുറച്ചും കൂടെ തേങ്ങ ഇടുവാണെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നും ഈ ഒരു ഓട്സ് പുട്ടിന് ആവശ്യം വരില്ല. പൊടി കുഴക്കുമ്പോൾ നനവ് കുറവോ മറ്റോ വരികയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പുട്ട് പൊടിഞ്ഞു പോകാണ്ട് കിട്ടൂല. ഇനി ഒരിക്കലും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയും ചെയ്ത് നോക്കൂട്ടാ. അങ്ങനെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് പുട്ടിന്റെ കൂടെ ചെറുപയർ കറിയും കൂട്ടി നമ്മൾ അങ്ങോട്ട് കഴിച്ചു. നല്ല ചൂട് ഓട്സ് പുട്ടും